ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ വിവിധതരമായ ഹൈഡ്രോളിക് കോമ്പണൻസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ തുടങ്ങാം. ഈ വീഡിയോയുടെ ലക്ഷ്യം ഡ്രില്ലിംഗ് മെഷീൻ്റെ അലൈൻമെൻറ്റ്, ലെവലിംഗ് പോലുള്ളവയെ പരിശോധിക്കുക എന്നതാണ്. പില്ലർ ഡ്രില്ലിംഗ് മെഷീൻ ടേബിളിനെ മധ്യസ്ഥാനത്ത് ഉറപ്പിക്കുക. മെഷീൻ ലെവൽ ചെയ്യുന്നതിന് പ്രിസിഷൻ സ്പിരിറ്റ് ലെവലും സ്ട്രെയിറ്റ് എഡ്ജും ഉപയോഗിക്കുക. ടേബിൾ സർഫസിൻ്റെയും ബേസ് പ്ലേറ്റിൻ്റെയും ഫ്ലാറ്റ്നെസ് ചെക്ക് ചെയ്യേണ്ടതാണ്. ജോലിക്രമങ്ങൾ: ഒരു ഡയൽ ടെസ്റ്റ് ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് സ്പിൻഡിലിൻ്റെ ആന്തരിക ടാപ്പറിൻ്റെ റൺ ഔട്ട് പരിശോധിക്കണം. പില്ലറിൻ്റെ സ്ട്രെയിറ്റ്നെസ് 2 വ്യത്യസ്ത പ്ലെയിനുകളിൽ പരിശോധിക്കേണ്ടതുണ്ട്. മേശയുടെ ഉപരിതലത്തിൻ്റെ ചതുരനില 2 വ്യത്യസ്ത പാളികൾ ഉപയോഗിച്ച് പരിശോധിക്കേണ്ടതുണ്ട്. വൈദഗ്ധ്യക്രമം: എ, ബി എന്ന 2 വ്യത്യസ്ത സ്ഥാനങ്ങളിൽ മെഷീൻ ലെവൽ ചെയ്യണം. ജിയോമെട്രിക്കൽ ടെസ്റ്റുകൾ നടത്തുന്നതിന് മുമ്പ് തന്നെ ഇത് ചെയ്തിരിക്കണം. അനുവദനീയമായ വ്യതിയാനം 0.03/300 മില്ലിമീറ്റർ ആണ്. മെഷീൻ ചെയ്തതാണെങ്കിൽ വർക്ക് ടേബിൾ ഉപരിതലത്തിൻ്റെയും ബേസ് പ്ലേറ്റ് ഏരിയയുടെയും ഫ്ലാറ്റ്നെസ് പരിശോധിക്കുക. യന്ത്രത്തിന് റോട്ടറി മോഷൻ നൽകിയിട്ടുണ്ടെങ്കിൽ റോട്ടറി ടേബിളിൻ്റെ റൊട്ടേഷണൽ മോഷൻ പരിശോധിക്കുക. രണ്ട് സ്ഥാനങ്ങളിൽ വെച്ച് സ്പിൻഡിലിൻ്റെ ആന്തരിക ടാപ്പറിൻ്റെ റൺ ഔട്ട് പരിശോധിക്കണം. ടേബിളിൻ്റെ ഉപരിതലത്തിലേക്കുള്ള സ്പിൻഡിൽ അച്ചുതണ്ടിൻ്റെ സ്ക്വയർനെസ്സും പില്ലറിൻ്റെ സ്ട്രെയിറ്റ്നെസ്സും 2 വ്യത്യസ്ത സ്ഥാനങ്ങളിൽ പരിശോധിക്കേണ്ടതുണ്ട്. 2 വ്യത്യസ്ത സ്ഥാനങ്ങളിൽ സ്പിൻഡിൽ ഹൗസിങ്ങിൻ്റെ ലംബമായ ചലനത്തിലേക്ക് ടേബിൾ ഉപരിതലത്തിൻ്റെ സ്ക്വയർനെസ് പരിശോധിക്കുക. ഉയർന്ന സ്പിൻഡിൽ ഹെഡുള്ള മെഷീൻ്റെ ടേബിൾ സർഫസും സ്പിൻഡിൽ ഹെഡിൻ്റെ വെർട്ടിക്കൽ ചലനവും തമ്മിലുള്ള സ്ക്വയർനെസ് പരിശോധിക്കുക. ഭാഗങ്ങൾ ലൂബ്രിക്കേഷൻ ചെയ്യേണ്ട വിധം: കറങ്ങുന്ന ടേബിൾ ഗിയറിൻ്റെ പ്രധാന സ്പിൻഡിൽ ക്യാമിലും തൂണിലും ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ദിവസവും ഉപയോഗിക്കണം. നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ പെട്ടെന്നൊന്ന് ഓടിച്ചു നോക്കാം. മെഷീൻ ക്രമീകരിക്കുന്നതിലൂടെ ടേബിൾ ഉപരിതലത്തിൻ്റെയും അടിസ്ഥാന പ്ലേറ്റുകളുടെയും ഫ്ലാറ്റ്നെസ് ഇൻസ്പെക്ട് ചെയ്യുക. സ്പിൻഡിൽ ആന്തരിക ടാപ്പറിൻ്റെ റൺ ഔട്ട് പരിശോധിക്കുക. ടേബിൾ സർഫസിൻ്റെ സ്ക്വയർനെസ്സും പില്ലറിൻ്റെ സ്ട്രെയിറ്റ്നെസ്സും പരിശോധിക്കുക.
ഇപ്പോൾ കാണിച്ച വീഡിയോയിൽ പഠിപ്പിച്ചതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത രസകരമായ ഒരു വീഡിയോയുമായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ നന്ദി, നമസ്കാരം.